പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാനനം പശ്ചാദ്രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം ഏതദ്ധി രാമായണം. എല്ലാവർക്കും നമസ്കാരം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എങ്ങനെയാണ് ഇത്ര വലുതായത്? അദ്ദേഹം കഥകളുടെ ഭാഗം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറെ നല്ലോണം ചുരുക്കിയിട്ടാണ് പറയുക. പക്ഷേ അതിൽ അനേകം സ്തുതികളുണ്ട്, തത്വജ്ഞാനോപദേശങ്ങളുണ്ട്. അതൊക്കെ വളരെ ദീർഘമാണ്. അതുകൊണ്ടാണ് ഈ രാമായണം ഇത്ര അധികം. ഇത് ജനങ്ങളെ ആ തത്വജ്ഞാനം നൽകി ബോധവാന്മാരാക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ രാമായണത്തിൽ ബാലകാണ്ഡത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ദശരഥ മഹാരാജാവ് 3 പത്നിമാർ, കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ പത്നിമാരോടുകൂടി സുഖമായിട്ടങ്ങനെ വസിക്കുകയാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല. ആ ഒരു ദുഃഖം, അതിനൊരു പരിഹാരം തേടിയിട്ട് ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ അടുത്ത് ചെല്ലണു. ആ വസിഷ്ഠൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ഋഷ്യശൃംഖനെ വരുത്തി അവിടെ ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തണം എന്ന് അദ്ദേഹം ഉപദേശിച്ചു. അദ്ദേഹം അത് ചെയ്യാനായിട്ട് തയ്യാറായി. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അശ്വമേധയാഗം നടത്തണം. ആ അശ്വമേധയാഗം നടത്തിയിട്ട് അദ്ദേഹം ലോകത്തിലെ മുഴുവനും നാഥനായിട്ട് മാറി. വിശ്വനായകൻ എന്നാണ് നമ്മളുടെ ഈ ഇന്ന് കളിക്കാൻ പോകുന്ന പദം തുടങ്ങുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിശ്വനായകനായി. അതിനുശേഷം പുത്രകാമേഷ്ടി അനുഷ്ഠിച്ചു. ആ പുത്രകാമേഷ്ടി അനുഷ്ഠിക്കുമ്പോൾ ആ അഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ ഒരു പായസപാത്രവുമായിട്ട് വന്ന് ദശരഥന് അത് കൊടുക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇത് പത്നിമാരെ കൊണ്ട് ഭുജിപ്പിച്ചോളൂ, ഇത് ദേവനിർമ്മിതമാണ്. അങ്ങനെയുള്ള ഈ പായസം കഴിച്ചാൽ തീർച്ചയായിട്ടും അങ്ങക്ക് സന്തതികളുണ്ടാവും എന്ന് പറഞ്ഞ് അത് കൊടുക്കണു. ദശരഥനും വളരെ സന്തോഷമായിട്ട് ഈ പായസം പകുതി ഭാഗം കൗസല്യയ്ക്കും പകുതി കൈകേയിക്കും കൊടുത്തു. അത് എന്താ അങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ശൈഥില്യാത്മന എന്നാണ്. സന്തോഷം സഹിക്കാണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു, എത്രയേ ഉള്ളൂ. പക്ഷേ അവർ രണ്ടുപേരും, ആ 2 പത്നിമാരും അതിൽ പകുതി എടുത്തിട്ട് സുമിത്രയ്ക്കും കൊടുത്തു. ആ പായസം കഴിച്ചതിൻ്റെ ഫലമായിട്ട് രാജാവിൽ നിന്ന് അവർ 3 ഗർഭിണികളായി. ഗർഭിണികളായപ്പോൾ ഭഗവാന്റെ അവതാരമാണല്ലോ, അവിടെ ഇവർക്കൊക്കെ വളരെ തേജസ് ഉണ്ടായി എന്നാണ്. ആ കുട്ടികളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് അവരൊക്കെ വളരെ തേജസ്വിനികളായിട്ട് മാറി. രാജാവിന് വളരെ സന്തോഷമായി. രാജാവ് അവരുടെ പ്രിയമൊക്കെ നോക്കി ധാരാളം ദാനങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് അങ്ങനെ കാലം തികഞ്ഞപ്പോൾ പുണർദം നാള് നവമി തിഥിയുടെ അന്ന് ശ്രീരാമനെ കൗസല്യ പ്രസവിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം കൈകേയി ഭരതനെ പ്രസവിച്ചു. ഭരതൻ എന്നുള്ള പേരപ്പല്ല കേട്ടോ. പിന്നെ സുമിത്ര 2 കുട്ടികൾക്ക് ജന്മം നൽകി. ഇത്രയും സന്തോഷമാവാനുള്ള 4 കുട്ടികൾ
വളരെ സന്തോഷമായി ദശരഥന്. അദ്ദേഹം ബ്രാഹ്മണരെയും എല്ലാവരെയും വിളിച്ച് അനവധി സമ്മാനങ്ങളും ദാനങ്ങളും പൂജകളും ഒക്കെ ചെയ്തു. അങ്ങനെ 4 കുട്ടികൾ. വളരെ സന്തോഷമായിട്ട് അദ്ദേഹം ഇവരുടെ വസിഷ്ഠൻ പറഞ്ഞു, അപ്പോൾ ഈ കുട്ടികളുടെ ജാതകർമ്മം ചെയ്യണം, ജനിച്ചാൽ വേണ്ടുന്ന കുറേ കർമ്മങ്ങളുണ്ട്, അവർക്കൊക്കെ പേരിടണം, അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനുള്ള വട്ടം കൂട്ടി കുട്ടികൾക്ക് പേരിട്ടു. അവരുടെ ജാതകർമ്മമൊക്കെ മനോഹരമായിട്ട് ചെയ്തു. വലിയ സന്തോഷമായിട്ട് ആ മക്കളുമായി വളരെ സുഖിച്ചു വാണു എന്നുള്ള ആ ഒരു ഭാഗം, ശ്രീരാമാദികളുടെ ജനനം, അതാണ് ഇന്ന് ഞങ്ങൾ കളിക്കുന്ന ഭാഗം. അതിൽ ഇടയിൽ കുറേ വരികൾ വിട്ടിട്ടുണ്ട്, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആവശ്യമുള്ള വരികൾ മാത്രം എടുത്തിട്ടാണ് ഇന്ന് ഞങ്ങൾ കളിക്കുന്നത്. എല്ലാവരും അനുഗ്രഹിക്കണം. വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി ഗർവം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ മന്യദേവൻ താവകം പുത്രിയമീ പായസം കൈകൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാവാദി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുക്കീനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാലുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനായോധ്യയിൽ കൗസല്യാത്മജനായ പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പേറ്റിതു പുത്രദ്വയം ശ്യാമള നിറം പൂണ്ട കോമള കുമാരനു രാമനെന്നോരു തിരു നാമവുമിട്ടാനല്ലോ ഹരണ നിപുണന കൈകേയിതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു
ലക്ഷ്മണനെന്നു